ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നമ്മൾ പാംക്രാഫ്റ്റിൻ്റെ ഒരു ബാക്കപ്പ് ചാനൽ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാംക്രാഫ്റ്റ് ഷോർട്സ് ആണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് ക്രാഫ്റ്റിൻ്റെയും അതുപോലെ ബോട്ടിൽ ആർട്സിൻ്റെ ഒക്കെ ഷോർട്ട് വീഡിയോ ആയിരിക്കും കേട്ടോ വരിക. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവരും അവിടെ വന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മളൊരു വാൾ ഡെക്കറാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന്ന് ഞാനൊരു റൗണ്ട് ഷേപ്പ് ഒന്നിങ്ങനെ വരച്ചിട്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എംബ്രോയിഡറിയുടെ ഒരു റിംഗ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും കോമ്പസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ ഒരു മൂടിയൊക്കെ വെച്ചിട്ട് വരച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ കാർഡ്ബോർഡ് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയുള്ളത് നോക്കുക കേട്ടോ. ഇനി കട്ടിയില്ലാത്ത കാർഡ്ബോർഡ് ആണെന്നുണ്ടെങ്കിൽ 2 റൗണ്ട് ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചെടുത്താലും മതി. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പോപ്സിക്കിൾസ് ആണ്. അപ്പോൾ ഈ പോപ്സിക്കിൾസ് ഇങ്ങനെ ക്രാഫ്റ്റിൻ്റെ ഷോപ്പിൽ ഇങ്ങനെ കിട്ടും. ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്നതാണ്. അധികം അത്ര ക്വാളിറ്റി ഉള്ള ടൈപ്പൊന്നുമല്ല. അപ്പോൾ അതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒരു ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഈ ഒരു റൗണ്ട് ഷേപ്പിന് ചുറ്റും ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ പോപ്സിക്കിൾസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാംബൂ സ്ക്യൂറോ അല്ലെങ്കിൽ ഈർക്കിലൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതും അല്ലാന്നുണ്ടെങ്കിൽ ചെടിയുടെ കമ്പൊക്കെ ഇങ്ങനെ ഒരേ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ ഒട്ടിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. അധികം കട്ടിയില്ലാത്തൊരു ടൈപ്പ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പോപ്സിക്കിൾസ് ഉപയോഗിച്ചത് മുഴുവനായിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്നിങ്ങനെ പെയിൻറ്റ് അടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ അതിന് ബ്ലാക്ക് ഇനാമൽ പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വാൾ ഡെക്കറൊക്കെ ആകുമ്പോൾ നമ്മൾ പൊതുവേ ഒരു ബ്ലാക്ക് കളറൊക്കെ ആണല്ലോ യൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിന് അത്യാവശ്യം പെയിൻറ്റ് അടിക്കാനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇനാമൽ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു സൈഡിലും എല്ലായിടത്തും നന്നായിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു നടുക്കുള്ള കാർഡ്ബോർഡിൻ്റെ പീസിലും എല്ലായിടത്തും ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് വെക്കണം. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ പോപ്സിക്കിൾസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ വേണമെങ്കിൽ നമ്മൾ റോൾ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ന്യൂസ് പേപ്പറൊക്കെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഒരേ സൈസിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഒട്ടിച്ചെടുത്താലും നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാനത് പെയിൻറ്റ് ചെയ്തിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് പിസ്തയുടെ ഷെല്ല് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ബുക്കിൻ്റെ ബാക്ക് കവറിൽ നിന്ന് ഇങ്ങനെ ഞാൻ ചെറിയൊരു റൗണ്ട് ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഓരോ പിസ്തയുടെ ഷെല്ലും നമ്മളിങ്ങനെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഫ്ലവർ പോലെ ഒന്നിങ്ങനെ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പിസ്തയുടെ ഷെല്ല് ഇങ്ങനെ കമഴ്ത്തിയിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചൊട്ടിച്ചാലും നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു റോ ഇങ്ങനെ കംപ്ലീറ്റ് ആയതിന് ശേഷം ഒരു റോയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നത് 2 പിസ്തയുടെ ഷെല്ല് നമ്മൾ നേരത്തെ ഒട്ടിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു നടുക്ക് ഭാഗമായിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഒരു റോയും കൂടെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പിസ്തയുടെ ഇങ്ങനെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് കുറേ പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട് പിസ്തയുടെ ഷെല്ലൊന്നും കയ്യിലില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിസ്തയുടെ ഷെല്ലൊന്നും വേണമെന്നൊന്നുമില്ല. നിങ്ങളെ കയ്യിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും സീഡ്സ് ഒക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പംകിൻ്റെ സീഡോ അല്ലെങ്കിൽ കുക്കുമ്പർ സീഡോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു 3-4 ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താലും മതി. അങ്ങനെ നമ്മളിവിടെ ഒരു 4 ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് ഈ മുറിവൊക്കെ പറ്റുന്ന സമയത്ത് കെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു തുണിയാണ്. അപ്പോൾ ഇതിങ്ങനെ കുറേ ആയിട്ട് ഇങ്ങനെ എക്സ്പയർ ആയിട്ട് കിടന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പകുതിയാക്കി മടക്കിയിട്ട് അതിൻ്റെ നടുക്ക് ഇങ്ങനെ കുറച്ചൊന്ന് കോട്ടനാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ കോട്ടനെ വെച്ചിട്ട് പിന്നെ കോട്ടൻ്റെ ആ ഭാഗം മാത്രം ഇങ്ങനെ പിടിച്ചിട്ട് ബാക്കി ഭാഗത്തൊക്കെ നമ്മളിങ്ങനെ മടക്കിയിട്ടൊന്നിങ്ങനെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒരു റൗണ്ട് ഷേപ്പ് പോലെ ഒന്നിങ്ങനെ ആക്കിയെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇനിയിപ്പോൾ കോട്ടൺ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പഴയ ഇങ്ങനെ കോട്ടൻ്റെ ഫാബ്രിക്കൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇങ്ങനെയുള്ള ഒരു നെറ്റിൻ്റെ ക്ലോത്ത് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോട്ടൻ്റെ ഒരു നൈസായിട്ടുള്ള തുണിയൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാനൊരു ബോൾ പോലെ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അത് കുറച്ചൊരു വലുതാന്ന് തോന്നിയപ്പോൾ കുറച്ചുകൂടി ചെറുതൊന്നും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ നേരത്തെ നമ്മൾ ഇതുണ്ടാക്കിയ സമയത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എത്ര ഫ്ലവർ ആണോ ഉണ്ടാക്കിയത് അതിനനുസരിച്ച് നമ്മൾ ആ ഒരു കുഞ്ഞു കുഞ്ഞു ബോൾസ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ നടുക്ക് ഇങ്ങനെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഈ ഒരു ബോൾസൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒട്ടിച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒരു പരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവുക. നമ്മൾ ഈ സൺഫ്ലവറിൻ്റെ ഒക്കെ നടുക്ക് ഇങ്ങനെ ഉണ്ടാവുമല്ലോ കുറച്ചൊരു വീതിയുള്ളൊരു ഭാഗം പൂമ്പൊടിയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഇങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് 4 ഫ്ലവറും ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ ഫ്ലവേഴ്സ് ഒന്നിങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ലെമൺ യെല്ലോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് എല്ലാ ഫ്ലവേഴ്സും ഒന്നിങ്ങനെ പെയിൻറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൺഫ്ലവറിൻ്റെ ഒരു ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ യെല്ലോ കളർ അടിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ യെല്ലോ അല്ല റെഡ് കളർ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ കളറൊന്നും അടിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിസ്തയുടെ ഷെല്ലാകുമ്പോൾ നല്ലൊരു ഭംഗി തന്നെയാണ്. കളറൊന്നും അടിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ ഒന്ന് കുറച്ചിട്ടൊന്ന് കളർഫുള്ളായി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ പെയിൻറ്റ് അടിക്കുന്ന സമയത്ത് ആ താഴത്തെ ഒരു റോലൊക്കെ ഒന്ന് പെയിൻറ്റ് അടിക്കണം കേട്ടോ. അപ്പോഴേ ഒരു കറക്റ്റ് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ 4 ഫ്ലവറും ഞാനിങ്ങനെ ഒരു യെല്ലോ കളർ പെയിൻറ്റ് അടിച്ചിട്ടൊന്ന് ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു വൈറ്റ് ഭാഗത്ത് ഇങ്ങനെ ജസ്റ്റ് പെയിൻ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താലും നല്ലൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്, കുറച്ചുകൂടി നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആ ഒരു ഷുഗർ ബീഡ്സ് ഉണ്ടല്ലോ, അപ്പോൾ നല്ലൊരു കളറുള്ള ഷുഗർ ബീഡ്സ് ഒക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. വേറെ കുറേ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഞാൻ അങ്ങനെ ആദ്യം കുറച്ച് ഫെവിക്കോളാണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു കോട്ടൻ്റെ ഫാബ്രിക് ആണല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ അതിൻ്റെ നടുക്ക് മുഴുവനായിട്ട് ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഈ ബീഡ്സ് മുഴുവനായിട്ടും അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ എക്സ്ട്രാ വന്നതൊക്കെ ഇങ്ങനെ ഇളകി പോകുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു പിസ്തയുടെ ഷെല്ലിൻ്റെ നടുക്കൊക്കെ ഇങ്ങനെ ഉള്ളത് ഞാനൊരു പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ടൊന്ന് ഇങ്ങനെ നീറ്റാക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് വെക്കണം, കാരണം ഈ ഫെവിക്കോൾ ആയതുകൊണ്ട് തന്നെ ഒന്നിങ്ങനെ അത് കുറച്ച് സമയം ഉണങ്ങാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ബീഡ്സ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞു സീഡ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ അതും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാനിങ്ങനെ പെയിൻറ്റ് അടിക്കാതെ ഇങ്ങനെ കുറച്ചുകൂടി നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലിറ്റർ പൗഡർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് ഞാനിങ്ങനെ ആദ്യം ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടായിരുന്നു ഈ ഒരു ബീഡ്സ് ഒന്നും ഇങ്ങനെ ഒട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതങ്ങ് ശരിയാവുന്നില്ല, അത്രയ്ക്കൊരു ഭംഗി കിട്ടുന്നില്ല. അതാണ് ഞാൻ പിന്നെ ഫെവിക്കോൾ തന്നെ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോഴാണ് ഒരുപോലെ ഇങ്ങനെ വരുന്നത്. ഗ്ലൂ ഗൺ ആകുമ്പോൾ ഇങ്ങനെ കുറച്ച് കട്ടിയായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ 4 ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുണ്ടല്ലേ ഇപ്പോൾ കാണാൻ. ആ ഒരു യെല്ലോ കളറും നല്ലൊരു ഗ്ലൈസിങ് ഉള്ളൊരു ടൈപ്പ് ബീഡ്സൊക്കെയാണ്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വാൾ ഡെക്കർ ഒന്ന് എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഞാനിങ്ങനെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്തും ഒക്കെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ആ പോപ്സിക്കിൾസ് ഇങ്ങനെ ഇളകി പോകുമായിരുന്നു. കാരണം അതിൻ്റെ ഒരു ടിപ്പ് മാത്രമാണല്ലോ നമ്മൾ ആ റൗണ്ട് ഷേപ്പിലേക്ക് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇളകിയിട്ട് വീണ്ടും വീണ്ടും ഒട്ടിച്ചപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ഓർഡറൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയ്ക്കൊരു ഭംഗിയില്ലാത്ത പോലെ തോന്നി ഇപ്പോൾ. പിന്നെ ഞാൻ അതുപോലെ അതിൻ്റെ ബാക്ക് സൈഡിലൊന്നും പെയിൻറ്റ് അടിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഒട്ടിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഇങ്ങനെ സെൻറ്ററിലേക്ക് ആക്കിയിട്ട് ഒട്ടിക്കുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ആ പോപ്സിക്കിൾസ് ഇങ്ങനെ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു റൗണ്ട് ഷേപ്പും കൂടെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെ പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ പിന്നെ അങ്ങനെ ഒട്ടിക്കുന്നില്ല, കാരണം അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇനി പെയിൻറ്റ് അടിച്ചിട്ട് ട്രൈ ആക്കാൻ വെക്കണം. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഇതിൽ അറേഞ്ച് ചെയ്തിട്ട് നോക്കാം എങ്ങനെയൊക്കെയാണ് ഒട്ടിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ അതങ്ങനെ ഏകദേശം ഒന്നിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ കുറച്ച് ലീവ്സും കൂടെ ഒന്നിങ്ങനെ എടുക്കുന്നുണ്ട്. ഇത് പഴയ മുമ്പുള്ള കുറച്ചിങ്ങനെ ഫ്ലവേഴ്സിൻ്റെ കുറച്ചിങ്ങനെ താഴെയുള്ള ഭാഗങ്ങളൊക്കെയാണ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ. ഞാൻ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ക്രിസ്മസിൻ്റെ ഒരു റീത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊന്നിങ്ങനെ ഇതിൽ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് ഫ്ലവറിൻ്റെ താഴെ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഇതാണ്. അപ്പോൾ ഞാൻ അതിങ്ങനെ ആദ്യം ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ അത് കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ ഒന്നാമത്തെ ഫ്ലവർ ഞാൻ അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഓരോ ഫ്ലവേഴ്സിൻ്റെ താഴെയൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇനിയിപ്പോൾ ഇങ്ങനത്തെ ആർട്ടിഫിഷ്യലായിട്ട് ലീവ്സ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേപ്പറോ അല്ലെങ്കിൽ സ്പോഞ്ച് ഷീറ്റോ അല്ലെങ്കിൽ അങ്ങനെ കവറൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ലീവ്സ് ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ച് കൊടുത്താലും മതി കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും കുറച്ചൊരു ലീവ്സൊക്കെ ഉണ്ടാകുമ്പോൾ ആയിരിക്കും ആ ഫ്ലവറിന് കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവുക. നമ്മൾ ആ ഫ്ലവർ മാത്രം വെച്ചപ്പോൾ അത്ര ഒരു ഭംഗിയില്ലായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പേപ്പേഴ്സ് അഞ്ഞപ്പോൾ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പേപ്പറിൽ ഇങ്ങനെ കളർ ചെയ്തിട്ട് വേണമെങ്കിൽ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് ഇങ്ങനെ ഏകദേശം ആ ഒരു 4 ഫ്ലവേഴ്സിന് കുറച്ചിങ്ങനെ ലീവ്സൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ എന്തോ ഒരു ഭംഗിയുടെ ഒരു കുറവ് തോന്നുന്നു. അപ്പോൾ പിന്നെ ഞാൻ വേറെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരുപാട് പഴയതാണ്. ഞാനിങ്ങനെ അതൊക്കെ കളയാതെ എടുത്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ 2-3 പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഭയങ്കര ബ്ലാക്കും പിന്നെ യെല്ലോ മാത്രമായിട്ട് ഭയങ്കര ഒരു അട്രാക്ഷൻ പോലെ തോന്നുക. അപ്പോൾ ഞാൻ പിന്നെ കുറച്ചിങ്ങനെ മെറ്റാലിക് കോപ്പർ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു ബ്ലാക്ക് കളർ വാൾ ഡെക്കറൊക്കെ ചെയ്യുമ്പോൾ പൊതുവേ ഇങ്ങനെ മെറ്റാലിക് ഗോൾഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡാബ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒന്നിങ്ങനെ ചെറുതായിട്ട് ആ ഒരു പോപ്സിക്കിൾസിൽ നടുക്കൊക്കെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ നടുക്കും ചെറുതായിട്ടൊന്നിങ്ങനെ ആ ഒരു ബ്രോൺസ് വെച്ചിട്ട് ടച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ നല്ലൊരു ലെമൺ യെല്ലോ ആണ് യൂസ് ചെയ്തത്. അപ്പോൾ അത് ആ ബ്ലാക്കിലേക്കും കൂടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കും കൂടെ ആയ സമയത്ത് ഭയങ്കര ഒരു അട്രാക്ഷൻ ആയിരുന്നു. പക്ഷേ ഈ ക്യാമറയിൽ അത്ര തോന്നുന്നില്ല കേട്ടോ. നേരിട്ട് കാണുന്ന സമയത്ത് ഭയങ്കര ഒരു യെല്ലോ കളറായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ആ സമയത്ത് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ടച്ച് ചെയ്ത് കൊടുത്തപ്പോൾ അതിൻ്റെ ഭംഗി പോയോ എന്താണെന്നൊക്കെ ഉള്ളത് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. അതുപോലെ ഞാൻ അതിൻ്റെ നടുക്ക് ഇങ്ങനെ കുറച്ചിങ്ങനെ പ്ലെയിൻ ആയിട്ടിരുന്നു. അപ്പോൾ ഞാനൊരു 3D ഔട്ട്ലൈനർ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് സ്വീറ്റ് ഹോം എന്ന് എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു നടുക്ക് ഭാഗത്ത് ഇങ്ങനെ പ്ലെയിൻ ആക്കിയിടാം. അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബീഡ്സൊക്കെ വേണമെങ്കിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പിന്നെ ഇത്രയും വെച്ചിട്ടൊന്നും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പം കുറച്ചൊരു ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഡെക്കറേഷൻസ് ഞാൻ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാനൊന്നിങ്ങനെ വാർണിഷ് കൂടെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ കിട്ടും, നല്ലൊരു ഭംഗിയായി കിട്ടും. അപ്പോൾ നമ്മൾ വാർണിഷ് അടിക്കുന്ന സമയത്ത് ആ ഒരു പിസ്തയുടെ ഷെല്ലിലും അതുപോലെ ആ പോപ്സിക്സിലൊക്കെ നന്നായിട്ടൊന്ന് അടിക്കുക. അപ്പോൾ നന്നായിട്ടൊരു ഗ്ലൈസിങ് ഒക്കെ കിട്ടുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ. ഇപ്പോൾ നമ്മൾ ആ ഒരു വാൾ ഡെക്കർ നന്നായിട്ട് ആ ഒരു വാർണിഷൊക്കെ അടിച്ച് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ വന്ന് നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ. ഇപ്പോൾ നല്ലൊരു യെല്ലോ കളറും ആ ഒരു ഗ്രീൻ കളറൊക്കെ വന്നിട്ട് നല്ലൊരു ക്യൂട്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്.
നമ്മൾ ആ ഒരു ബ്ലാക്കിൽ ഇങ്ങനെ ബ്രോൺസ് കളർ കൊടുത്ത് തന്നെയാണ് നല്ലതെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബ്ലാക്ക് എടുത്ത് കാണുമായിരുന്നു. അപ്പോൾ എന്താണെന്നുള്ളതൊക്കെ എല്ലാവരും ഒന്ന് അഭിപ്രായങ്ങളൊക്കെ പറയണം. ഭയങ്കര സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലിപ്പോൾ എന്ത് വേണമെങ്കിലും ഇതിൽ മാറ്റം വരുത്താൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിസ്തയുടെ ശല്യം ഇല്ലയെന്നുണ്ടെങ്കിൽ സീഡ്സൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പോപ്സിക്കിൾസിന് പകരം വേണമെന്നുണ്ടെങ്കിൽ പേപ്പറൊക്കെ ഇങ്ങനെ റോൾ ചെയ്തിട്ടൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിലുള്ള മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ വാൾ ഡെക്കറൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാലൊക്കെ നല്ലൊരു ഭംഗി ഉണ്ടാവും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഭംഗിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു വലുപ്പം ഓവറായോ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈസ് ഒന്നിങ്ങനെ ചെറുതാക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മൊത്തത്തിലൊന്നത് ചെറുതായിട്ട് കിട്ടിക്കോളും. ഇനി നിങ്ങൾക്കിത് ഹാങ് ചെയ്തിടണം എന്നുണ്ടെങ്കിൽ സാറ്റിൻ റിബണോ അല്ലെങ്കിൽ ത്രെഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ലൂപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പം എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാനിതിങ്ങനെ വാൾ ഡെക്കർ പൊതുവേ ഉണ്ടാക്കുന്നത് കുറവാണ്. പൊതുവേ ബോട്ടിൽ ആർട്സ് തന്നെയാണല്ലോ ചെയ്യൽ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്താണെന്നുള്ളതൊക്കെ എല്ലാവരും ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ കണ്ടിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഹായ് പറയുള്ളത് ആർക്കൊക്കെയാ നോക്കാം. അഭിരാഗി, പ്രിൻസ്, ജാക്സി, ബിജേഷ്, ബീജ, ദിയ, റിയ, ഹന്ന റോസ്, ഷഹാന ഷെറി, ദേവിക, റഹാന റാന എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരാം. പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് കേട്ടോ ഞാനിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.